ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പുതിയ ടാറ്റ കർവിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റിയാണ്. അതായത് ഈ വാഹനത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഇപ്പോൾ ഡ്രൈവ് റിവ്യൂസും സംഭവങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ട് ആ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അതല്ലാതെ പൊതുവേ ഈ വാഹനത്തിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം പ്രോസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ഒരു വലിയ പ്രോ ആയിട്ട് നമുക്ക് പറയാം. കാരണം ഈ പ്രൈസ് പോയിന്റിൽ ആരും ഇതുവരെ ഇങ്ങനെ കൂപ്പേ SUVs അറ്റംപ്റ്റ് ചെയ്യാത്തതാണ്. അതിപ്പോൾ ഹ്യുണ്ടായോ അല്ലെങ്കിൽ നമ്മുടെ മാരുതി സുസുക്കിയോ അങ്ങനത്തെ ഏത് കമ്പനി എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷേ ടാറ്റയും അതുപോലെ നമ്മുടെ സിട്രോയിനും ഈ സെഗ്മെന്റിൽ ഇപ്പം അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ കൂപ്പേ SUVs തന്നിട്ടുണ്ട്. നമുക്ക് ഇതിനു മുന്നേ BMW ഒക്കെ അല്ലെങ്കിൽ മെർസിഡീസിൻ്റെ ഒക്കെ വാഹനങ്ങളിലാണ് ഇത്തരത്തിൽ കൂപ്പേ വാഹനങ്ങൾ കിട്ടിയിട്ടുള്ളത്. അതായത് ആദ്യം X6 ആണ് വന്ന്, പിന്നെ മെർസിഡീസിൻ്റെ ഒക്കെ GLE കൂപ്പേ ഉണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള SUV പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ SUVയുടെ പ്രാക്ടിക്കാലിറ്റിയും ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ പോലെയുള്ള സെഡാൻസിൻ്റെ ഒക്കെ ഒരു ഏകദേശം അതുപോലത്തെ ഒരു ലുക്കുള്ള വണ്ടികളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ പുതിയ എഞ്ചിനാണ്. അതെ, സംഭവം ശരിയാണ്. ടാറ്റയുടെ കാര്യത്തിൽ നിങ്ങൾ എഞ്ചിനെ പൊക്കി പറയുന്ന ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. പക്ഷേ സംഭവം ശരിയാണ്. രണ്ട് എഞ്ചിൻസിനെ പറ്റി നമുക്ക് പൊക്കി പറയാം. ഒന്ന് ഇവരുടെ പുതിയ 1.2 ലിറ്റർ TGDI പെട്രോൾ എഞ്ചിനാണ്. അതായത് സംഭവം ഗ്യാസിലും ഡയറക്ട് ഇഞ്ചക്ഷൻ ടെക്നോളജിയോടുകൂടി വരുന്ന ഇപ്പോഴത്തെ നമ്മൾ ഹ്യുണ്ടായുടെ ടർബോ പെട്രോൾ എഞ്ചിൻസിലൊക്കെ കാണുന്ന അതേ ടെക്നോളജിയുള്ള എഞ്ചിൻ തന്നെയാണ് ടാറ്റ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പവർ ഫിഗേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പഴയ MPFI മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ബെറ്റർ ആണ്. ഓൺ പേപ്പർ പവർ ഫിഗർ 125 PS ആണ്. മറ്റേ എഞ്ചിൻ MPFI വരുന്നത് 120 ആണ്. അതിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും ടോർക്കിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് 225 ന്യൂട്ടൺ മീറ്റേഴ്സ് ആണ്. മറ്റേ ജസ്റ്റ് 170 ന്യൂട്ടൺ മീറ്റേഴ്സ് മാത്രമേ ടോർക്കുള്ളൂ. സോ അക്കാര്യത്തിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. 55 ന്യൂട്ടൺ മീറ്റേഴ്സ് കൂടുതൽ ടോർക്കാണ് ഈ പുതിയ എഞ്ചിൻ. അത് നമുക്ക് ഓടിക്കുമ്പോഴും എന്തായാലും ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് MPFI അല്ലാത്തതുകൊണ്ടും TGD ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും മറ്റേ MPFI എഞ്ചിനിൽ കാണുന്ന പോലത്തെ ഫ്ലാറ്റ് സ്പോട്ട്സ് ഒന്നും അങ്ങനെ പവർ ഡെലിവറിയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല. ടർബോ റേഞ്ചിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു കോൺസ്റ്റന്റ് പുള്ള് ഈ വാഹനത്തിൽ കിട്ടും. ഒരു മിഡ് റേഞ്ച് ടോപ്പ് എൻഡ് എത്തുന്നതിന് തൊട്ട് മുന്നേക്കെ ആയിട്ട് അങ്ങനെ അത്യാവശ്യം നല്ല ടെക്നോളജിയാണ്. പിന്നെ അടുത്ത സംഭവം ഇതിൻ്റെ ഡീസൽ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിനെ പറ്റി നമുക്ക് പൊക്കി പറയാം. കാരണം ഒന്ന് ഇവരുടെ ക്രയോജെറ്റ് എന്ന് പറയുന്ന പുതിയ ഡീസൽ എഞ്ചിനാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പൊക്കി പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നമുക്ക് BS 6.2 വന്ന സമയത്ത് ഹ്യുണ്ടായുടെ ഒക്കെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻസിലൊക്കെ നമുക്ക് AdBlue ഒഴിക്കേണ്ട അവസ്ഥ വന്നായിരുന്നു. അതായത് ഒരു പെർട്ടിക്കുലർ കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ അത് ടോപ്പ് ചെയ്യണം. പക്ഷേ ഇവരുടെ ഈ പുതിയ 1.5 ലിറ്റർ എഞ്ചിൻ്റെ കാര്യം അങ്ങനെയല്ല. ഈവൻ റെവോ ടോർക്കിലാണെങ്കിൽ തന്നെ ടാറ്റയുടെ ഡീസൽ എഞ്ചിൻ നമ്മൾ AdBlue ഒഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വെച്ച് AdBlue ഒഴിക്കേണ്ട കാര്യമില്ല. അത് അവർ ആ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് AdBlue ഒഴിക്കാതെ തന്നെ BS 6.2 കോംപ്ലൈൻ്റ് ആയിട്ടാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത്. പിന്നെ ഓൺ പേപ്പർ ആണെങ്കിൽ പോലും 117 PS പവറും 260 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുണ്ട്. ഈ സെഗ്മെന്റിൽ ഇപ്പോൾ ഓൺ പേപ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഡീസൽ എഞ്ചിനും ഇതാണ്. ഇനി അടുത്ത പ്ലസ് പോയിന്റ് വരുന്നതിൻ്റെ ട്രാൻസ്മിഷനാണ്. ഇതിനു മുന്നേ ടാറ്റ എപ്പോഴും കൊളാക്കുന്ന ഒരു സംഭവമായിരുന്നു ട്രാൻസ്മിഷൻ. കുറച്ച് കാലം മുന്നേ വരെ ഒരു എയിം ടു ഓട്ടോമാറ്റിക് മാത്രമാണ് നെക്സോണിലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴാണ് DCA എന്ന് പറയുന്ന അവരുടെ ഡ്യുവൽ ക്ലച്ച് ഒക്കെ കൊടുത്തു തുടങ്ങിയത്. ഈ വണ്ടിയുടെ കാര്യത്തിൽ എന്തായാലും നമുക്കിപ്പോൾ പെട്രോൾ ഏത് വേരിയൻ്റ് എടുത്താലും, അതായത് പെട്രോൾ ഏത് എഞ്ചിൻ എടുത്താലും നമുക്ക് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഉണ്ട്. അതുപോലെ ഡീസലിലും ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. സാധാരണ നമുക്കങ്ങനെ ഡീസലിൽ ഡ്യുവൽ ക്ലച്ച് കിട്ടാറില്ല. പണ്ട് ഫോക്സ്വാഗൻ വെൻഡോയിലൊക്കെയാണ് അത് അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എന്തായാലും ടാറ്റയും നമ്മുടെ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഡീസലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്. ഡീസലിൻ്റെ ഒരു ടോർക്കി നേച്ചറും ഡ്യുവൽ ക്ലച്ചിൻ്റെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഷിഫ്റ്റ് ഒക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത പ്ലസ് പോയിന്റ് ഈ വാഹനത്തിനകത്ത് കിട്ടുന്ന ഫീച്ചേഴ്സാണ്. അതിപ്പോൾ ഞാനായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഉണ്ടാവില്ല. നമുക്ക് ഓൾറെഡി അറിയാം ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 12.3 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് ഉണ്ട്, 10.25 ഇഞ്ചസിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഉണ്ട്, 360° ക്യാമറ ഉണ്ട്, ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ വരുന്നുണ്ട്, അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് ഡിസൈൻ അത്യാവശ്യം യൂണീക്ക് ആണ്. പിന്നെ പവർ ടെയിൽ ഗേറ്റ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഇലക്ട്രിക്കൽ തുറക്കാൻ പറ്റും. വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ് വരുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് പാഡ് നമുക്ക് ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. പിന്നെ JBLൻ്റെ 9 സ്പീക്കർ ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെ പറയേണ്ട ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട്. ഞാൻ ഓരോന്നെടുത്ത് പറയുകയാണെങ്കിൽ ഈ വീഡിയോ മൊത്തം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി അടുത്ത പ്ലസ് പോയിന്റ് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിയാണ്. ഓൾറെഡി ഞാൻ അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം ഇതിൻ്റെ അകത്തുള്ള കാര്യം പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പം 6 എയർ ബാഗ്സ്, ABS UTBD, പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ, ESP തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം ബേസ് മോഡൽ മൂലം അവൈലബിൾ ആണ്. മാത്രമല്ല ടാറ്റയുടെ സേഫ്റ്റി നമുക്ക് ഓൾറെഡി അറിയാം. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ കിട്ടുന്നുണ്ട്, ടിയാഗോ ഇൻഡിഗോർ ഒഴികെ ബാക്കി വാഹനങ്ങൾക്കൊക്കെ. അപ്പോൾ പിന്നെ എന്തായാലും കർവിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വന്നിട്ടില്ല. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോ ഈ വാഹനത്തിൻ്റെ പ്രൈസിംഗ് ആണ്. സംഭവം പ്രൈസിങ്ങിൻ്റെ കേസ് ചിലപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പം ഓൺ പാറായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ നമ്മൾ ബേസിക് വേരിയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസിങ് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ക്രെറ്റ സെൽറ്റോസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ബേസ് മോഡൽ അതിനേക്കാൾ 1 ലക്ഷം രൂപ ചീപ്പാണ്. മാത്രമല്ല സെയിം പ്രൈസിങ്, അതായത് മറ്റ് രണ്ട് വാഹനങ്ങളും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് 11 ലാക്സിലാണ്. ഈ വണ്ടിയുടെ 11 ലാക്സിൽ കിട്ടുന്ന വേരിയൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. മറ്റേ രണ്ട് വണ്ടികളിലൊക്കെ ബേസിക് വേരിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നുമില്ല, വളരെ ബെയർ ബോൺസ് ആയിട്ട് വരുന്ന വേരിയൻസ് ആണ്. പക്ഷേ ഇതിന് നമുക്ക് ആ പ്രൈസിൽ തന്നെ 11 ലാക്സിൽ കിട്ടുന്ന പ്യൂർ പ്ലസ് വേരിയൻറ്റിൽ ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും ടാറ്റ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഡീസൽ എഞ്ചിൻ്റെ പ്രൈസ് പറയാതിരിക്കാൻ വളരെ
കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ് അവർ പിടിച്ചിരിക്കുന്നത്. 17.69 lakhs ആണ് ഇതിൻ്റെ ഡീസൽ മാനുവലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ക്രെറ്റയുടെ ഏറ്റവും ടോപ്പിൻ്റെ ഡീസൽ മാനുവലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 19 lakhs ആണ്. അതിനേക്കാൾ 1.3 lakhs കുറവുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പ്രത്യേകിച്ച് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ക്രെറ്റയേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ഡീസൽ എഞ്ചിൻസ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ കർവ് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രോസ് ആയിട്ട്, അതായത് ഇതിൻ്റെ ഗുണങ്ങളായിട്ട് പറയാൻ പറ്റുന്നത്. ഇനി കോൺസ്, അതായത് ഇതിനകത്ത് എന്തൊക്കെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഈ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നം ഇതിൻ്റെ റിയർ സീറ്റ് സ്പേസ് ആണ്. സംഭവം ഇതൊരു കൂപ്പെ SUV ആയതുകൊണ്ട് തന്നെ ഇത്തിരി ഫ്ലോട്ടിംഗ് റൂഫ് ലൈൻ ആണ്, അല്ലെങ്കിൽ സ്ലോപ്പിംഗ് റൂഫ് ലൈൻ ആണ് വരുന്നത്. അതുകൊണ്ട് പാനറോമിക് സൺറൂഫ് ഉള്ള വേരിയൻറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഹെഡ് റൂമിൽ അത്യാവശ്യം ഇഷ്യൂ വരാം. അതായത് അത്യാവശ്യം ഹൈറ്റുള്ള ആളൊക്കെയാണെങ്കിൽ ചിലപ്പം തലവയ്ക്കാൻ നമുക്കങ്ങനെ ഒരുപാട് സ്പേസ് ഉള്ള പോലെ തോന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഗ് സ്പേസ് എടുക്കുകയാണെങ്കിലും വീൽ ബേസ് നമ്മൾ നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് കുറച്ചേ അവർ കൂട്ടിയിട്ടുള്ളൂ. മാത്രമല്ല നമ്മളിപ്പോൾ ക്രെറ്റ സെൽറ്റോസ് അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റ് വാഹനങ്ങളൊക്കെ വീൽ ബേസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വീൽ ബേസ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ബാക്കിലത്തെ സീറ്റിംഗ് സ്പേസും അത്ര ഭയങ്കര ഗംഭീരമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. ഓൾമോസ്റ്റ് നെക്സോണിൻ്റെ അത്രയൊക്കെ സ്പേസേ നമുക്ക് ഈ വാഹനത്തിലും വരുന്നുള്ളൂ. നെക്സോണിൻ്റെ സ്പേസ് ആ സെഗ്മെൻറ്റ് നല്ലതായിരുന്നു, പക്ഷേ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് കയറുമ്പോഴേക്കും അത് കുറച്ച് കുറവായിട്ട് തന്നെ പറയേണ്ടി വരും. മറ്റുള്ള വാഹനങ്ങളുടെ കോമ്പറ്റീഷൻ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് കേട്ടോ, അല്ലാണ്ട് വളരെ മോശം സ്പേസ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു കോണം വരുന്ന ഈ വാഹനത്തിൻ്റെ ബാക്കിലത്തെ സീറ്റിൽ തന്നെയാണ്. നമുക്കിപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഒട്ടുമിക്ക വാഹനങ്ങളിലും സെൻട്രൽ പാസഞ്ചറിന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഓർ മേ ബി ഫിക്സ്ഡ് ഹെഡ് റെസ്റ്റ് എങ്കിലും മിക്ക വാഹനങ്ങളും ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബാക്കിൽ നടുവിലത്തെ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് ഡാറ്റ കൊടുത്തിട്ടില്ല. അതും ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയി. പിന്നെ അടുത്ത പ്രശ്നം വരുന്ന ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. സംഭവം ഈ സ്റ്റിയറിംഗ് വീൽ കാണാനൊക്കെ നല്ല രസമാണ്. അതായത് നമുക്ക് 4 സ്പോക്കാണ് വരുന്നത്, പിന്നെ നടുവിൽ ഇലുമിനേറ്റഡ് ടാറ്റ ലോഗോ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് മൊത്തം ഗ്ലോസി ബ്ലാക്ക് ആണ് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ വരുന്നത്. ഇതുവരെ ടാറ്റയുടെ സ്റ്റിയറിംഗ് വന്നിട്ടുള്ള എല്ലാ വാഹനങ്ങളിലും ഉള്ളൊരു ബേസിക് കംപ്ലയിൻ്റ് ആണ്. ഒന്നാമത്തെ കേസ് ഇതിൻ്റെ അലൈൻമെൻറ്റിൻ്റെ ഇഷ്യൂ. ചില സൈഡിൽ ഇത്തിരി പൊങ്ങിയും ചില സൈഡിൽ ഇത്തിരി താന്നുമായിരിക്കും. ഭയങ്കര നിങ്ങൾ നേരെ ഇരിക്കുന്ന സമയത്ത് നോട്ടീസ് ചെയ്യണമെന്നില്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് ഇഷ്യൂ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഗ്ലോസി ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്മഡ്ജസ് ഒക്കെ വരും. അതുകൊണ്ട് അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ പെട്ടെന്ന് പൊടി പിടിക്കും ഗ്ലോസി ബ്ലാക്ക് ആയതുകൊണ്ട്. അതുകൊണ്ട് മെയിൻ്റനൻസ് ഒരു ഇത്തിരി ഹൈ ആയിട്ട് നിൽക്കുന്ന സ്റ്റിയറിംഗ് വീലാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടക്കേണ്ടി വരും. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ കാണാനൊക്കെ നല്ല ലുക്കാണ്. നമുക്ക് പ്രീമിയം ലുക്കുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. ഓൾമോസ്റ്റ് ലാൻഡ് റോവറിൻ്റെയൊക്കെ വാഹനങ്ങൾ വരുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ വേറൊരു കേസുള്ളത്, ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ വരുന്ന മിക്ക വാഹനങ്ങളും നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഈ വാഹനത്തിൽ പക്ഷേ ഒരു ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ ആക്കാൻ പറ്റുള്ളൂ. അകത്തേക്കും പുറത്തേക്കും വലിച്ച് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നേരത്തെ പറഞ്ഞ ആ സ്റ്റിയറിംഗ് വീലിൽ വരുന്ന ഫിംഗർ പ്രിൻറ്റ് സ്മഡ്ജസിൻ്റെ ഒക്കെ കേസ് നമ്മുടെ AC പാനലിലും ഇൻക്ലൂഡ് ചെയ്യാം. കാരണം അത് മൊത്തം ഒരു ഗ്ലോസി ബ്ലാക്ക് പാനലാണ് വരുന്നത്. പിന്നെ അത് ടച്ച് പേസ്റ്റ് ആണ്. ടച്ച് പേസ്റ്റ് ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എന്നാലും നമുക്കവിടെ പ്രോബ്ലം ആയിട്ട് വരുന്ന ഈ പറയുന്ന ഫിംഗർ പ്രിൻറ്റ് സ്മഡ്ജസ് ആണ്. അതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. ഇനി അടുത്തൊരു ചെറിയ പ്രോബ്ലം ഉള്ളത് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനാണ്. ആസ് സച്ച് നോക്കുമ്പോൾ ഇൻറ്റീരിയർ ഡിസൈൻ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ നമ്മുടെ സെയിം നെക്സോണിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് അവർ പിടിച്ചിരിക്കുന്നത്. കുറച്ച് കളർ തീമിലുള്ള ഡിഫറൻസ് ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ബലേനോവും ഫ്രോങ്സും എടുക്കില്ലേ, ഏകദേശം അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. എക്സ്റ്റീരിയറിൽ നമുക്ക് അത്യാവശ്യം ഡിഫറൻസ് ഒക്കെ കാണാൻ പറ്റും, കൂപ്പെ SUV ആയതുകൊണ്ട് നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഇൻറ്റീരിയറിലേക്ക് വരുമ്പം ഇവർ കുറച്ച് മെറ്റീരിയൽസ്, അതായത് നമ്മുടെ സ്റ്റിയറിംഗ് വീല് 4 സ്പോക്ക് ആക്കി, പിന്നെ ഒരു സിൽവർ പാറ്റേൺ നടുവിൽ കൊണ്ടുവന്നു. അതൊക്കെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഡിഫറൻസ് പറയാനുള്ളൂ. ഫീച്ചേഴ്സ് കുറച്ച് അഡീഷണൽ കിട്ടുന്നുണ്ട്, പക്ഷേ അതല്ലാതെ ഡാഷ്ബോർഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു ഇത്തിരി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യായിരുന്നു നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇത് നമ്മളിപ്പോൾ നെക്സോണിൻ്റെ അകത്ത് കയറിയാലും ഇതിൻ്റെ അകത്ത് കയറിയാലും ഏകദേശം നമുക്ക് ഒരു സിമിലർ ഡിസൈൻ പാറ്റേൺ, അതായത് ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടൊക്കെ സെയിം ആയിട്ട് തോന്നും. ഇനി അടുത്തൊരു വലിയ പ്രശ്നം, നിങ്ങളിപ്പോൾ കുറച്ചുകൂടെ ഉയർന്ന വേരിയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈനാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സ്റ്റോറേജ് സ്പേസ് ഒന്നും അവൈലബിൾ അല്ല. നമുക്ക് പൊതുവേ ഈ സെഗ്മെൻറ്റിലുള്ള മിക്ക വാഹനങ്ങളും നടുവിൽ കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ വരുന്നതാണ്. നമ്മളിപ്പോൾ ഇന്ത്യക്കാർ കപ്പ് ഹോൾഡേഴ്സിൽ കപ്പ് തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കബി ഹോൾഡായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതായത് ചെറിയ പേപ്പറോ അല്ലെങ്കിൽ കുറച്ച് കോയിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാൻ നമുക്ക് ചെറിയ സ്റ്റോറേജ് ഏരിയാസ് വേണമല്ലോ. ഇതിൻ്റെ അകത്ത് ഒരു കുറേ സ്റ്റോറേജ് സ്പേസസ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള നടുവിലത്തെ സെൻറ്റർ കൺസോൾ പ്രത്യേകിച്ച് സ്റ്റോറേജ് ഏരിയാസ് ഒന്നും അവൈലബിൾ അല്ല. പ്രത്യേകിച്ച് ആ ഒരു വയർലെസ് ചാർജിങ് പാഡുള്ള മോഡലും കൂടെ ആണെങ്കിൽ നമുക്ക് അവിടെ ഫോൺ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് വയർലെസ് ചാർജിങ് പാഡാണല്ലോ, പിന്നെ ഫോൺ വെക്കാനുള്ള സ്പേസേ ഉള്ളൂ, പിന്നെ ഡീപ്പല്ല അത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ആംറസ്റ്റിൻ്റെ അകത്തുള്ള സ്റ്റോറേജ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ കാര്യം കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നി. ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇതിൻ്റെ അകത്ത് ഗുണങ്ങളും ദോഷങ്ങളും, പ്രോസ് ആൻഡ് കോൺസ് ആയിട്ട് പറയാം എന്നെനിക്ക് തോന്നിയത്. എന്തായാലും ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.